അതെങ്ങനെ എപ്പോൾ തുടങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പണ്ട് മുതലേ മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതേസമയം ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെയാണ്. എനിക്ക് മഴയോട് പ്രണയം ഉണ്ടാവാറുണ്ട്, മഴ കാണുമ്പോൾ സന്തോഷം ഉണ്ടാവാറുണ്ട്, ദേഷ്യം തോന്നാറുണ്ട്, സങ്കടം വരാറുണ്ട്, ഒക്കെ ഉണ്ട്. പ്രധാനമായിട്ടും മഴയോട് ഇഷ്ടം തോന്നിയത് എനിക്ക് തോന്നുന്നത് സിനിമയോടുള്ള അടുപ്പം ഉണ്ടായപ്പോൾ തന്നെയാണ്. കാരണം പാട്ടുകൾ കേൾക്കാൻ എനിക്ക് ചെറുപ്പത്തിലെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നത്തെ മാതിരി ടേപ്പ് റെക്കോർഡറൊന്നും അന്ന് അത്ര സജീവമല്ല. അപ്പോൾ റേഡിയോയിലെ ചലച്ചിത്ര ഗാനങ്ങളാണ് കേൾക്കുക. അപ്പോൾ ഈ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഈ മഴക്കാലത്തൊക്കെ രാത്രിയും സന്ധ്യകളിലൊക്കെ ഈ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കുമ്പോൾ മഴ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുമായിരുന്നു. അതെങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല. പിന്നെ ഏറ്റവും വലിയ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടും സ്കൂളും തമ്മിൽ വളരെ അടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മഴ നനഞ്ഞ് സ്കൂളിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. പണ്ടൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ പല ദൂരം നിന്നൊക്കെ വരുന്ന പിള്ളേർ മഴ നനഞ്ഞ് പാടത്തു കൂടിയൊക്കെ ചെളിയൊക്കെ തെറിപ്പിച്ചുകൊണ്ട് വരും, മഴ നനഞ്ഞ് കയറി വരും. പക്ഷേ എനിക്കത് കാണുമ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു, എനിക്ക് കൗതുകം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അറിയാണ്ടൊക്കെ മഴ നനഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ വീട്ടിൽ ചെന്ന വഴക്ക് പറയായിരുന്നു അച്ഛനും അമ്മയൊക്കെ. അപ്പോൾ അങ്ങനെ മഴ ആദ്യമേ തന്നെ ഒരു കൗതുകമായിട്ടും സന്തോഷമായിട്ടും നിറഞ്ഞു നിന്നിരുന്നു. പക്ഷേ സിനിമയിൽ വന്നതിന് ശേഷം സത്യത്തിൽ എനിക്ക് മഴയോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്. കാരണം ഏത് പടം എൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോഴും മഴ പെയ്യും. അത് ഒരു തമാശയായിട്ട് തന്നെയാണ് ഞങ്ങൾ സെറ്റിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ സഹപ്രവർത്തകരൊക്കെ പറയാറുണ്ട്. ഞാൻ ഏത് രാജ്യത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഏത് കൊടും വേനലിൽ ചെന്ന് ഷൂട്ട് ചെയ്താലും ഷൂട്ടിങ്ങിനിടയിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം മഴ പെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗ്രാം ഫോൺ എന്ന് പറഞ്ഞ പടം ഷൂട്ട് ചെയ്യുമ്പോൾ ഹംപി എന്ന് പറഞ്ഞ കർണാടകയിലെ ഒരു സ്ഥലത്ത് പോയി ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അവിടെ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി എൻ്റെ ആർട്ട് ഡയറക്ടറും അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സൊക്കെ ചെന്നപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഇവിടെ 2 വർഷമായിട്ട് മഴ പെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അത്രയും വരണ്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ധൈര്യത്തിൽ ശരി മഴ ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് ചെന്നിട്ട് പറഞ്ഞാൽ വിശ്വസിക്കില്ല, രാവിലെ ഷൂട്ടിംഗ് തുടങ്ങി ഉച്ചയപ്പോൾ മഴ പെയ്തു. അപ്പോൾ ഒരു എന്താ പറയുക, ഋഷി ശൃംഗൻ്റെയൊക്കെ ഒരു കഥ പറഞ്ഞ മാതിരി ഞാൻ എവിടെ ചെന്നാലും ഷൂട്ട് ചെയ്യുമ്പോൾ മഴയായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് മഴയ്ക്ക് എന്നോട് പ്രണയമാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. അപ്പോൾ എൻ്റെ ഏതാണ്ട് മഴയുടെ ഏതെങ്കിലും ഒരു സീനോ അല്ലെങ്കിൽ ഷോട്ടോ അല്ലെങ്കിൽ ഒരു സോങ്ങിൽ മഴയോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് എൻ്റെ എന്താ പറയുക കൂടെ വർക്ക് ചെയ്യുന്നവർ പറയുകയും ചെയ്യും. കാരണം അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയായിരിക്കും. മഴ കൃത്രിമമായിട്ട് ഉണ്ടാക്കുകയാണല്ലോ നമ്മൾ ഷൂട്ടിങ്ങിന്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് ഉണ്ടാകും. പക്ഷേ പടത്തിൽ കാണുമ്പോൾ അവരൊക്കെ ഹാപ്പി ആവാറുണ്ട്. ഇപ്പോൾ മഴ വെച്ച് പാട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ, പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ എന്നുള്ളത്. മഴയെ ബേസ് ചെയ്തിട്ട് തന്നെ കഥ ഒക്കെ തന്നെ ഉണ്ട്. പിന്നെ ടൈറ്റിലുകളിൽ ഒരുപാട് മഴ ഉപയോഗിച്ചിട്ടുണ്ട്. പെരുമഴക്കാലം, ആ കഥ മുഴുവൻ മഴയത്താണ് നടക്കുന്നത്. ആ കഥയുടെ എന്താ പറയുക മൂഡും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന മഴയത്താണ്. മഴയുടെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ആ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ടൈറ്റിലും അത് തന്നെയാണ്, പെരുമഴക്കാലം. പിന്നെ മഴയത്ത് മുമ്പേ, മഴയില്ലെങ്കിൽ പോലും മേഘമൽഹാറും ധ്വനിപ്പിക്കുന്നത് ഒരു മഴയുടെ ഒരു സംഗീതമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഇപ്പോഴും മഴയെ ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ പടത്തിൻ്റെ ഇപ്പോൾ എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പടം കറുത്ത പക്ഷികളുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് സ്ക്രിപ്റ്റൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കഥ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ ക്യാമറാമാനും അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സൊക്കെ പറഞ്ഞു ഈ സിനിമയിൽ മഴ ഉണ്ടാവില്ല, കാരണം ഇതൊരു വരണ്ട കാലാവസ്ഥയിൽ വരണ്ട ഒരു അന്തരീക്ഷത്തിൽ നടക്കുന്ന കഥയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ്, നമുക്കിതിൽ മഴ വേണ്ട, മഴ ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ അറിയാതെ ഒരു സീനിൽ മഴ കയറി വന്നു. അതായത് മമ്മൂട്ടിയെ കുത്തുകൊള്ളുന്നൊരു സീനുണ്ട്, സലീം കുമാർ കുത്തുന്ന ഒരു സീനുണ്ട്. ആ സീൻ ചിത്രീകരിക്കേണ്ട സമയപ്പോൾ ഞാൻ സുഗുലിൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഹോട്ട് സണ്ണിൽ നമ്മളത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫീല് കിട്ടില്ല. എനിക്കങ്ങനെ തോന്നുന്നു, ചിലപ്പോൾ തെറ്റിദ്ധാരണയായിരിക്കാം, നമുക്ക് മഴയത്ത് തന്നെ ഷൂട്ട് ചെയ്യാതെ എന്ന് പറഞ്ഞു. അപ്പോൾ സുഖിച്ചിരിച്ചു, എല്ലാവരും ചിരിച്ചു. കാരണം അവസാനം മഴ വന്ന് എത്തിയെന്ന് പറഞ്ഞു. അങ്ങനെ ആ സിനിമയിൽ ആ സീനിൽ മഴ വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് മഴ എൻ്റെ കൂടെ നടക്കുകയാണ്, എന്നെ പ്രണയിക്കുകയാണ്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് എനിക്ക് തോന്നുകയാണ്. ആ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം പറയാൻ പറ്റില്ല ചെറുപ്പത്തിൽ പ്രണയിച്ചിട്ടുണ്ടെന്ന്. കാരണം കൗമാര കാലഘട്ടത്തിൽ നമുക്ക് പലരോടും പ്രണയം തോന്നും. അതൊന്നും എന്താണ് സാധുതാവണമെന്നില്ല. നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന സിനിമാ താരങ്ങളോട് പ്രണയം തോന്നും, അവരോടൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള എന്താ പറയുക, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നല്ല കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികളൊക്കെ പ്രണയം തോന്നും നമുക്ക്. അത്തരം പ്രണയമല്ലാതെ ഒരു സീരിയസ് ആയിട്ടുള്ള പ്രണയം എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയോട് തന്നെയാണ്. അതൊരു അറേഞ്ച്ഡ് ലവ് മാരേജ് എന്നാണ് ഞങ്ങളും പറഞ്ഞിരുന്നത്, എല്ലാവരും പറഞ്ഞിരുന്നത്. കാരണം എൻ്റെ അമ്മാവൻ്റെ മകൾ തന്നെയാണ്. അപ്പോൾ ഏകദേശം ഒരു സ്കൂൾ ഫൈനൽ കാലഘട്ടം മുതൽ ഞങ്ങൾ വളരെ ഇഷ്ടം തോന്നി, കൂടുതൽ കാണുകയും അടുക്കുകയൊക്കെ ചെയ്തപ്പോൾ കോളേജ് കാലഘട്ടമായപ്പോൾ ഞങ്ങൾ തമ്മിലൊരു പ്രണയം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴേക്കും വീട്ടുകാർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ അല്ലാണ്ടുള്ളൊരു പ്രണയം എനിക്ക് പറയാനില്ല. പക്ഷേ എനിക്ക് പ്രണയം ഇഷ്ടമാണ്. കാരണം ആര് പ്രണയിക്കുന്നതും കാണാനും കേൾക്കാനും അറിയാനും ഒക്കെ ഇഷ്ടമാണ്. പ്രണയ കഥകളും പ്രണയ സിനിമകളും ഇഷ്ടമാണ്. പിന്നെ മറ്റൊരു യാദൃശ്ചികത എന്ന് പറഞ്ഞാൽ എൻ്റെ സിനിമയിൽ ചിത്രീകരണ സമയത്താണ് ഇവിടുത്തെ മലയാള സിനിമയിലെ പല താരജോഡികളും പ്രണയിച്ചിട്ടുള്ളത്. അത് ഒരു അത്ഭുതമായിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു അവിചാരിതമായിട്ട് തന്നെ സംഭവിച്ചായിരിക്കും. ആദ്യം ജയറാമും പാർവതിയായിരുന്നു. എൻ്റെ പെരുവണ്ണായിരത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് അവരുടെ പ്രണയം തുടങ്ങുന്നത്. പിന്നെ ദിലീപും മഞ്ജു വാര്യരും കൂടി ഈ പുഴയും കടത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് അവർ തമ്മിൽ പ്രണയം തുടങ്ങുന്നത്.
പിന്നെ ബിജു മേനനും സംയുക്ത ഓർമ്മയും മധുരമമ്പരക്കാറ്റ്. അപ്പോൾ അതൊക്കെ ഒരു യാദൃശ്ചികമായിട്ടായിരിക്കും, പക്ഷെ പലപ്പോഴും അത് സംഭവിച്ചിട്ടുള്ള എൻ്റെ ലൊക്കേഷനിലാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പ്രണയത്തിൻ്റെയും ഒരു സന്ദേശവാഹകനായി എന്ന് പറയാം, പ്രണയിക്കുന്നവരുടെയും ഒരു സഹകാരിയായി എന്ന് പറയാം നമുക്ക്. ജന്മസ്ഥലം എന്നുള്ള രീതിയിൽ എല്ലാവരെയും സ്വാധീനിക്കുന്ന രീതിയിൽ എന്നെയും കൊടുങ്ങല്ലൂർ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റു രീതിയിൽ പറഞ്ഞാൽ കൊടുങ്ങല്ലൂരിന് വലിയൊരു ഇതുണ്ട്. കാരണം നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമായിരുന്നു പണ്ട്. എല്ലാ മതങ്ങളും എല്ലാ സംസ്കാരങ്ങളും ഒന്നു ചേർന്നിട്ടുള്ള ഒരു പ്രദേശമാണ് കൊടുങ്ങല്ലൂർ. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ ചെറുപ്പം മുതലേ എന്നിലേക്ക് അങ്ങനത്തെ ഒരു ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ അവിടെ എല്ലാ മതസമൂഹത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. മുസ്ലിംസും ക്രിസ്ത്യൻസും ഹിന്ദുക്കളൊക്കെ ഏകദേശം തുല്യ അളവിലുള്ള ഒരു പ്രദേശമുള്ളത്. എല്ലാത്തരം ആൾക്കാരുമായിട്ട് ഞങ്ങൾ ഇടപഴകിയിരുന്നു ചെറുപ്പകാലം മുതൽ. എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസും ഹിന്ദുക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സംസ്കാരങ്ങളും എല്ലാവരുടെ മതാനുഷ്ഠാനങ്ങളിലും ഞാൻ പങ്കാളിയാവുമായിരുന്നു ചെറുപ്പത്തിൽ. ഞാൻ ക്രിസ്ത്യൻ ചർച്ചിലേക്ക് പോകുമായിരുന്നു, ക്രിസ്മസ് കരോളിന് പോകുമായിരുന്നു ചെറുപ്പകാലത്തൊക്കെ. നമുക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ പോകുമ്പോൾ ഞാനും കൂടെ പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നത്. പിന്നെ ഞാനൊരു മുസ്ലിം ഫാമിലിയിലാണെങ്കിലും, പൊതുവെ മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലി എന്നൊക്കെ പറയാമെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ കുടുംബം കുറച്ചും കൂടിയും എന്താ പറയുക പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാട് ഉള്ള മെമ്പേഴ്സുള്ളൊരു ഫാമിലിയായിരുന്നു. ചലച്ചിത്രകാരന്മാർ വരുന്നുണ്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ടൊരു ബഹദൂറുമാരുള്ള അല്ലെങ്കിൽ സുധീറുമാരുള്ളവരൊക്കെ എൻ്റെ കുടുംബക്കാരാണ്. അപ്പോൾ അവരൊക്കെ നേരത്തെ സിനിമയിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ സാഹിത്യത്തിലും മൊയ്തുപടിയത്തുമാരുള്ള ആൾക്കാർ, ഒരുപാട് സാംസ്കാരിക രംഗത്തുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സ്വാധീനം ചെറുപ്പം മുതലേ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, കൂടുതൽ ഇടപഴകിയിട്ടൊന്നുമല്ല, അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പ്രദേശം എന്ന് പറയുന്നത് എനിക്കറിയാം, കാരണം കടലുണ്ട് അവിടെ ഞങ്ങൾക്ക്, അതുപോലെ പുഴകളുണ്ട് നിറയെ. ഇതിനോടൊക്കെ ആകില്ലാത്തത് തീവണ്ടി മാത്രമാണ്. അപ്പോൾ ഒരു തീവണ്ടി യാത്ര എന്നൊക്കെ പറഞ്ഞ ഏകദേശം എൻ്റെ ഒരു 10ാം ക്ലാസ് സമയത്തൊക്കെയാണ് എനിക്ക് ആദ്യമായിട്ടുണ്ടാകുന്നത്. തീവണ്ടി ഇതുവരെ കടന്നു വരാത്തൊരു സ്ഥലമാണ് അവിടെ. അപ്പോൾ ബാക്കിയെല്ലാ ഈ പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ചെറുപ്പം മുതലേ അവിടെ ജീവിക്കാൻ ഇഷ്ടപ്പെട്ട ആളാണ്. പിന്നെ അവിടെ തന്നെയാണ് ഇപ്പോഴും സിനിമാക്കാരനായിട്ടും സിനിമയുടെ ഏത് തിരക്കിനിടയിലും മദ്രാസിൽ പോയാലും എറണാകുളത്തായാലും എവിടെയായാലും ശരി, അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതിയും എനിക്കതാണ് ഇഷ്ടവും. അല്ല, നേരത്തെ ഉണ്ടായിരുന്നൊരു ഡിസിപ്ലിൻ സിനിമയിൽ എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണം എനിക്ക് തോന്നിയത് പണ്ട് സിനിമ സ്റ്റുഡിയോകളിലായിരുന്നു. സ്റ്റുഡിയോയിലും പിന്നീട് ഒരു നിർമ്മാതാവിൻ്റെ ഒരു ശിക്ഷണത്തിന് അല്ലെങ്കിൽ ഒരു ശക്തനായ നിർമ്മാതാവ് ഉണ്ടായിരുന്നു. അപ്പോൾ നിർമ്മാതാവ് തീരുമാനിക്കുന്ന പോലെയായിരുന്നു ഷൂട്ടിംഗ് നടന്നിരുന്നത്, മറ്റു കാര്യങ്ങളെല്ലാം നടന്നിരുന്നത്. അപ്പോൾ ആ ഒരു കൾച്ചർ അങ്ങ് മാറി. നിർമ്മാതാവിന് സിനിമയിൽ പ്രസക്തി ഇല്ലാതെ ആരെങ്കിലും ആയാൽ മതി നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ നിർമ്മാതാവിന് ഒരു റോളില്ലാത്തൊരവസ്ഥയിൽ വന്നു. മനസ്സിലായില്ലേ? പണം കൊണ്ട് കൊടുക്കാനുള്ള ഒരു ഉപാധി മാത്രമായിട്ട് നിർമ്മാതാവ് മാറി. നിർമ്മാതാവിന് സ്വന്തം സിനിമയോട് ഒരു കാഴ്ചപ്പാടില്ലാണ്ടായി. എൻ്റെ ബാനറിൽ ഏത് തരം സിനിമ വേണമെന്ന് പോലും നിർമ്മാതാവിന് താല്പര്യങ്ങളോ അല്ലെങ്കിൽ ഒരു തിരിച്ചറിവില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ സംവിധായകൻ്റെ റോളെന്ന് പറഞ്ഞാൽ ഒരു ക്രിയേഷൻ്റെ ഭാഗമാണ്. ഒരു സെറ്റിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകേണ്ടത് എനിക്ക് തോന്നുന്നത് നിർമ്മാതാവും കൂടി അതിന് ഇതാവണമെന്ന് തോന്നുന്നു. അതില്ലാണ്ടായതോടുകൂടിയാണ് ഇവിടെ കുറേയൊക്കെ സംവിധായകർ മേൽക്കോയ്മ കാണിക്കാൻ തുടങ്ങി. അത് ഓഫ് കോഴ്സ് ഒരു ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്നുള്ള രീതിയിൽ സംവിധായകൻ തന്നെയാണ് മേൽക്കോയ്മ കാണിക്കേണ്ടത്. പക്ഷേ എന്തായാലും അതിൻ്റെ പ്രൊഡക്ഷൻ സെറ്റപ്പിൽ പലപ്പോഴും സംവിധായകൻ ഇടപെട്ട് കഴിഞ്ഞാൽ അയാളുടെ ക്രിയേഷനെ ബാധിക്കും. അപ്പോൾ അത് നോക്കേണ്ട പ്രൊഡ്യൂസറാണ്. അതില്ലാണ്ടായി മാറി. പിന്നെ മറ്റൊന്നും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, താരങ്ങൾ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. താരങ്ങൾ ഡോമിനേറ്റ് ചെയ്യുമ്പോൾ ഒരു സിനിമ എങ്ങനെ നടക്കണം, ഒരു സിനിമ എങ്ങനെ ഉണ്ടാകണം എന്ന് തീരുമാനിക്കുന്നത് താരങ്ങളായി മാറി. അപ്പോൾ വീണ്ടും ആ രീതിയിൽ ആ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നുള്ളൊരവസ്ഥ വന്നപ്പോഴാണ് ഈ ഡിസിപ്ലിൻ ഇല്ലാണ്ടായത്. അതുകൊണ്ടുകൂടിയാണ് പരസ്പര സഹകരണം ഇല്ലാണ്ടായത്. സിനിമയിൽ അഴകിയരാവണമെന്ന് ഉദ്ദേശിച്ചാരും അതെന്താണെന്നറിയാം, നമുക്കത് പറയാൻ പറ്റില്ല. കാരണം നമ്മളത് ഒരു ആലങ്കാരികമായിട്ട് പറയാമെന്നല്ലാതെ നിർമ്മാതാവിനെ ആണെങ്കിൽ നമുക്ക് എൻ്റെ സിനിമ വെച്ചിട്ട് ഇതാക്കിയിട്ട് നമുക്ക് കളിയാക്കി പറയേണ്ടി വരും. അല്ലാണ്ട് ഇപ്പോൾ സംവിധായകരിലും ഉണ്ട് അഴകിയരാവണന്മാർ, നടീനടന്മാരിലും ഉണ്ട് അഴകിയരാവണന്മാർ, എല്ലാ രംഗത്തും ഉണ്ട്. അപ്പോൾ അത് നമുക്കൊരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. ഞാനും ശ്രീനിയും തമ്മിൽ ശരിക്കും പറയണമെങ്കിൽ കോടമ്പാക്കം ഒരു ജീവിതത്തിൽ നിന്ന് തുടങ്ങിയ ബന്ധമാണ്. കോടമ്പാക്കത്ത് ഞാനുണ്ടായിരുന്ന സമയത്ത് ശ്രീനിയോടെ കോടമ്പാക്കത്തെ ഒരു അന്തേവാസിയാണ്. അന്ന് മുതലേ പരിചയമുണ്ട്, അടുപ്പമുണ്ടായിരുന്നു. പിന്നീട് ശ്രീനി ഞാനിവിടെ സിനിമ ചെയ്യുന്നത് കുറേ വൈകിട്ടാണ്. ഞാൻ സംവിധായകനായി, ശ്രീനി അതിനു മുമ്പ് വളരെ പ്രശസ്തനായ തിരക്കഥാകൃത്തും നടനുമായി കഴിഞ്ഞു. പാവം പാവൻ രാജകുമാരനിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് സഹകരിക്കുന്നത്. അത് വേറൊരു രഘുനാഥ് ബലേരി എഴുതിയൊരു സ്ക്രിപ്റ്റ് ശ്രീനി അഭിനയിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രീനിയുടെ അടുത്ത് ചെല്ലുന്നത്. പക്ഷേ സംസാര മധ്യേ ആ പ്രോജക്റ്റ് നടക്കാതെ പോയപ്പോൾ ശ്രീനി എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കൊരു സിനിമ ചെയ്യാം.
കമൽ വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമയിലേക്ക് എത്തുന്നത് പാവം രാജകുമാർ. അതെനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു. ശ്രീനിവാസനുമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ എന്നെ സംബന്ധിച്ചോളം ഓരോ സിനിമയും ഓരോ അനുഭവങ്ങളായിരുന്നു. അപ്പോൾ അതിനുശേഷം ചെയ്ത പടം ചമ്പക്കുളം തച്ചൻ, അതും ഒരു വിജയ ചിത്രമായിരുന്നു. പാവം രാജകുമാരൻ വിജയിച്ചു. അപ്പോൾ ഒരുമിച്ച് ചേർന്നുമ്പോൾ അപ്പോൾ ആര് തമ്മിലായാലും, ഒരു നിർമ്മാതാവും സംവിധാനം തമ്മിലായാലും, നടനും സംവിധാനം തമ്മിലായാലും, അല്ലെങ്കിൽ തിരക്കഥാരും സംവിധാനമൊക്കെ തമ്മിലായാലും വിജയിക്കുമ്പോഴാണല്ലോ ആ കൂട്ടുകെട്ട് കൂടുതൽ ശക്തമാകുന്നതും ദൃഢമാകും. അപ്പോൾ അങ്ങനെ വീണ്ടും വീണ്ടും വിജയ ചിത്രങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ ഞാനും ശ്രീനിയും കൂടി, ഇപ്പോൾ അതിനുശേഷം മഴയത്ത് മുമ്പേ, അഴകിയ രാവണൻ, അയാൾ കഥ എഴുതുകയാണ്, ഈ സിനിമകളൊക്കെ തന്നെ ഞങ്ങൾ തമ്മിലുള്ള ഒരു നല്ലൊരു സൗഹൃദം സിനിമ നടക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ പുതിയ ടെക്നോളജിയും എന്താ പറയുക, സിനിമ വരട്ടാനുള്ളൊരു മാധ്യമമാണെന്നുള്ളൊരു തോന്നലും കാരണം സിനിമയുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പല സിനിമകളും നമ്മൾ കാണുമ്പോൾ അതാണ്, ഫ്രെയിംസ് കൊണ്ടും ക്യാമറ കൊണ്ടും ജനത്തിനെ വരട്ടുകയാണ്. ജനത്തിനെ വരട്ടാൻ വേണ്ടി, വരട്ടി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസ്ഥയിലേക്കാണ് സിനിമ ചിത്രീകരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക്, അല്ലെങ്കിൽ തെറ്റാണോ എന്ന് ചോദിച്ചാലോ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. പക്ഷേ ഞാൻ സിനിമയെ ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ സിനിമ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതും മനസ്സിനെ ആകർഷിക്കുന്ന സിനിമ ഉണ്ടാവുക, അതിന് കഥ വൃത്തിയായി പറയാമെന്നുള്ളതാണ്. അത് ഏത് തരം കഥയായാലും ശരി, അത് എന്താ പറയുക, കുടുംബകഥയായാലും ശരി, കോമഡി ആയാലും ശരി, അല്ല ആക്ഷൻ ആയാലും ശരി, അത് വൃത്തിയായിട്ട് മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു ചെല്ലുന്ന രീതിയിൽ പറഞ്ഞാൽ മാത്രമേ അത്, കാരണം നമ്മുടെ ഒരു ആസ്വാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണുകൊണ്ടും കാതുകൊണ്ടും മനസ്സുകൊണ്ടുമാണ് നടക്കേണ്ടത്. ഇതിവിടെ കണ്ണിന് എന്താ പറയുക ഭയങ്കര വിഭ്രമം ഉണ്ടാക്കും, അതേപോലെ ശബ്ദത്തിനെ കൊണ്ട് നമ്മളെ ചെവിയെ ദ്രോഹിക്കുന്ന രീതിയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലേക്കൊന്നും കയറില്ല. അത് കണ്ണിലും കാതിലും കൊണ്ട് അവസാനിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് കണ്ണും കാതും കൊണ്ട് അവസാനിക്കുന്നത് ഒരു നല്ല ആസ്വാദനമല്ല. മനസ്സുകൊണ്ട് ആസ്വദിച്ചാൽ മാത്രമേ അത് എന്ത് കലാസൃഷ്ടിയായാലും നന്നാവൂ എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ. അതുകൊണ്ട് സിനിമയിൽ പ്രധാനമായിട്ട് കഥ പറച്ചിലായതുകൊണ്ട് തന്നെ ആ കഥയെ ഊന്നിക്കൊണ്ട് ആ കഥയ്ക്ക് യോജിക്കുന്ന രീതിയിൽ ചിത്രീകരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ രീതി എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് മമ്മൂട്ടിക്ക് ഇപ്പോൾ വന്നിട്ടുള്ള ഈ താരപരിവേഷം അല്ലെങ്കിൽ താരപരിണാമം എന്ന് പറയാം നമുക്ക്, ഈ കോമഡിയും അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള ഒരു ഇത് വന്നിട്ടുള്ളത് താൽക്കാലികമാണ്, ഈ അടുത്ത കാലത്ത് വന്നതാണ്. അതിനു മുമ്പ് മമ്മൂട്ടിയെ ആൾക്കാർ ഇഷ്ടപ്പെട്ടിരുന്നു. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായി മമ്മൂട്ടി മാറിയത് മമ്മൂട്ടി ഇത്തരം കോമഡി ചെയ്തുകൊണ്ടല്ലല്ലോ. മമ്മൂട്ടി ശക്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് എന്നും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അന്നും പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ മമ്മൂട്ടിയുടെ ആദ്യകാല ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും എടുത്തു പറയാവുന്ന കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ്? മണ്ണിനോട് അടുത്ത്, നമ്മുടെ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന, മണ്ണിൻ്റെ ഗന്ധമുണ്ടെന്ന് നമ്മൾ പറയുന്ന കഥയും അതിലെ കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോഴാണ് മമ്മൂട്ടി എന്നും പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു റിസ്കിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. കൃത്യ അളവിൽ നീതി പുലർത്താൻ പറ്റി പ്രേക്ഷകരിലേക്ക് എത്തിയാൽ ആ സിനിമ വിജയിക്കും. അത് ഏത് ഇപ്പോൾ ഗ്ലാമറുള്ള സിനിമ തന്നെ അല്ലെങ്കിൽ കോമഡിയുള്ള സിനിമ തന്നെ വേണമെന്നില്ല. മനുഷ്യൻ്റെ മനസ്സിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആഴത്തിലിറങ്ങി ചെല്ലുന്ന ഹൃദയസ്പർശിയായ സിനിമയെ ആൾക്കാർ സ്വീകരിക്കും, ജനങ്ങൾ സ്വീകരിക്കും, അത് ഉറപ്പുണ്ട്. പ്രധാനമായിട്ട് ഞാൻ നോക്കുന്നത് ആ ടൈറ്റിലിന് കഥയുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ കഥയുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ മാത്രമേ ആ ടൈറ്റിൽ നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഏത് സിനിമയ്ക്ക് ഇടാൻ പറ്റും. ഇപ്പോൾ ഞാനത് നോക്കാറ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എന്താ പറയുക, മഞ്ഞുപോലൊരു പെൺകുട്ടി അല്ലെങ്കിൽ കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് എന്നൊക്കെ ടൈറ്റിൽ ഇടുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് അത് ആ സിനിമയ്ക്ക് മാത്രം ഇടാൻ പറ്റുന്ന ടൈറ്റിലാണ്, വേറൊരു സിനിമയ്ക്ക് ഇടാൻ പറ്റില്ല. ഒരു ജനറൽ ടൈറ്റിൽ ഇടുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏത് സിനിമയ്ക്കും ഇടാം. കറുത്ത പക്ഷികൾ എന്ന് പേരിടുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. ഇതിൽ ആ പേരിൻ്റെ ഒരു അർത്ഥം തന്നെ ഉദ്ദേശിക്കുന്നത്, ഇതിലെ മുരുകൻ്റെ മകൾ മല്ലി എന്ന് പറയുന്ന ആ കണ്ണ് കാണാത്ത പെൺകുട്ടിയുടെ 2 ഇരുണ്ട കണ്ണുകളെയാണ് കറുത്ത പക്ഷികളെന്ന് ഞാൻ സത്യത്തിൽ ഉദ്ദേശിച്ചതാണ്. അത് അങ്ങനെയാണ് ഇട്ടത്. പക്ഷേ പിന്നീട് പറഞ്ഞു വന്നപ്പോൾ അത് വേറെ ഒരു അർത്ഥം കൂടി വന്നതിന്. കാരണം മുരുകൻ്റെയും മക്കളുടെയും ഒരു ഇരുണ്ട ജീവിതത്തിൻ്റെ ഒരു ചിത്രം. അതുകൊണ്ട് മുരുകനും മക്കളും കറുത്ത പക്ഷികളായി മാറി എന്നും വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഇഷ്ടപ്പെട്ട പാട്ട് അല്ലെങ്കിൽ അങ്ങനെ ഓർക്കാൻ പറ്റുന്ന പാട്ടെന്ന് പറയുമ്പോൾ ഒരുപാട് പാട്ടുകളെ കുറിച്ച് പറയേണ്ടി വരും. ദാസേട്ടൻ്റെ എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ്. ബാബുരാജിൻ്റെ എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ്. കാരണം ബാബുരാജിനെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ സംഗീത സംവിധാനം എന്നുള്ള രീതിയിൽ. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് നമ്മൾ ചില പാട്ടുകൾ നമ്മുടെ മനസ്സിൽ എന്താ പറയുക, നമ്മുടെ മനസ്സിലില്ലെങ്കിലും ചില മൊമെൻറ്റിൽ ഒരാൾ ആ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക ആ പാട്ടിൻ്റെ ഒരു എന്താ പറയുക ആഴത്തെക്കുറിച്ച്. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായത്, ഞാൻ സൗദി അറേബ്യയിൽ ഒരിക്കൽ ഒരു പ്രോഗ്രാമിൽ പോവുകയുണ്ടായി. അവിടെ പോയപ്പോൾ നജ്മൽ ബാബു എന്ന് പറഞ്ഞിട്ടൊരു ഗായകനുണ്ട്. കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞിട്ട് നീലക്കുയിലിൽ എങ്ങനെ നീ മറക്കും കുയിലേ എന്ന് പറയുന്ന പാട്ട് പാടിയ പ്രസിദ്ധനായ ഗായകൻ്റെ മകനാണ്. അദ്ദേഹം ഗസൽ സിംഗറാണ്. ഈ നജ്മൽ ബാബു ഞാനും കൂടി ഒരുമിച്ചാണ് യാത്ര ചെയ്തത്. ഞങ്ങൾ അവിടെ നിന്ന് ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് പോയി, ഉംറയ്ക്ക് പോയി. ഞാനും നജ്മൽ ബാബു കൂടി ഉംറയ്ക്ക് പോയത്.
അപ്പോൾ ആ യാത്രയിൽ ഈ നജ്മൽ ബാബു പഴയ കാലത്തെക്കുറിച്ച് ബാബുക്കയും ഈ കോഴിക്കോട് അബ്ദുൽ ഖാദറും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ചും അന്നത്തെ കാലത്ത് അവരുടെ സംഗീത സദസ്സുകളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറയുകയും അവരുടെ പാട്ടുകളെക്കുറിച്ച് ഇങ്ങനെ പാടാൻ തുടങ്ങി. അദ്ദേഹം എന്താ പറയുക ബാബുക്കയുടെ പാട്ടുകളെക്കുറിച്ചും കോഴിക്കോട് അബ്ദുൽ ഖാദറിൻ്റെ പാട്ടുകളെക്കുറിച്ചും പറഞ്ഞിട്ട് ആ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടി ഏകദേശം ഞങ്ങൾ അങ്ങോട്ട് യാത്ര വിജനമായ ഈ മണലാരണ്യത്തിൽ കൂടെയുള്ള യാത്രയാണ്. ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് എനിക്കിപ്പോൾ ഒരു പാട്ട് പാടാൻ തോന്നുന്നുണ്ട്, ഞാൻ ആ പാട്ടൊന്ന് പാടി ഞാൻ നിർത്തുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് പാടിയ പാട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ തന്നെ പാട്ടാണ്. പാടാനോർത്തൊരു മധുരിത ഗാനം പാടിയതില്ലല്ലോ എന്ന് പറഞ്ഞൊരു ഗാനമുണ്ട്. ഈ പാട്ട് പാടിയിട്ട് ഈ മനുഷ്യൻ കുറേ നേരം അവിടെ ഇരുന്നിട്ട് കാരണം കണ്ണ് നിറഞ്ഞിട്ട്, കാരണം പിന്നീട് ഈ ഗായകനെ നമ്മൾ ആരും എന്താ പറയുക ശ്രദ്ധിക്കാതെ പോയൊരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർത്തൊരു വലിയൊരു കാര്യമുണ്ട്. ഇതിനു മുമ്പ് കേട്ടൊരു കഥയുണ്ട്, എൻ്റെ കേട്ടറിവാണ്. അത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പോൾ നജ്മൽ ബാബു പറഞ്ഞു ഉണ്ടായി, ഒരു വലിയ കാര്യമാണെന്ന് പറഞ്ഞു. ആ ഒരു സംഭവം ഞാൻ പറയാം. എന്ന് വെച്ചാൽ അതായത് ഈ കോഴിക്കോട് അബ്ദുൽ ഖാദറിൻ്റെ അവസാന കാലഘട്ടത്തിൽ എറണാകുളത്ത് ഒരു വലിയ ഗാനമേള നടക്കാം. അന്ന് ദാസേട്ടൻ യേശുദാസൊക്കെ വലിയ ഗായകനായിട്ട് ഇങ്ങനെ എന്തായിട്ട് കത്തി നിൽക്കാന്ന് പറയില്ല, നമ്മൾ അങ്ങനെ നിൽക്കുന്ന സമയമാണ്. എസ് ജാനകി, യേശുദാസ്, പി സുശീല, ജയചന്ദ്രൻ തുടങ്ങിയിട്ടുള്ള അന്നത്തെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഗായകരെല്ലാവരും സദസ്സിലുണ്ട്. ഒപ്പം തന്നെ ദേവരാജൻ മാഷ്, ഭാസ്കരൻ മാഷ്, അങ്ങനെയുള്ള പ്രതിഭകളൊക്കെ തന്നെ സ്റ്റേജിലുള്ള സമയത്ത് ഓരോരുത്തർ പാടുക. അങ്ങനെ കോഴിക്കോട് അബ്ദുൽ ഖാദർ വയോവൃദ്ധനാണ്, അദ്ദേഹത്തെ പാടാൻ വിളിച്ചു. നീലക്കുയിലെ ഗായകനാണെന്ന് പറഞ്ഞ് അദ്ദേഹം സ്റ്റേജിൽ വന്ന് മൈക്കിന് മുമ്പിൽ നിന്ന് പാടാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ശ്വാസം കിട്ടാതെ അദ്ദേഹം പാടി തുടങ്ങിയ പാട്ട് ഇതാണ്, പാടാനോർത്തൊരു മധുരിത ഗാനം പാടിയതില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അയാൾക്ക് പാടാൻ പറ്റുന്നില്ല. പുള്ളി ഇങ്ങനെ എന്താ പറയുക കിതച്ചു കഴിഞ്ഞപ്പോൾ വലിയ ഓഡിയൻസ് ആയിരുന്നു. അവിടെ നിന്ന് ചെറുപ്പക്കാർ പിള്ളേരുണ്ടല്ലോ, ചെറുപ്പക്കാർ പിള്ളേരങ്ങ് കൂവി, ഭയങ്കരമായിട്ട് കൂവി. കുറേ നേരം ഇദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ല, ഇദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് ഈ എന്താ പറയുക സദസ്സിനെ ആൾക്കാരെ ശാന്തരാക്കാൻ നോക്കി. ശാന്തരായി ആൾക്കാരൊന്ന് ഒതുങ്ങിയപ്പോൾ ഇയാൾ പറഞ്ഞ് നിങ്ങൾ കൂവുന്നതിന് ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല, കാരണം നിങ്ങളൊന്നും എൻ്റെ പാട്ട് കേട്ടിട്ടില്ല, ഈ പാട്ട് കേട്ടിട്ടില്ല, നിങ്ങളിപ്പോൾ യേശുവിൻ്റെയൊക്കെ പാട്ടേ കേട്ടിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ അച്ഛനോടോ അപ്പൂപ്പനോടോ ഒക്കെ ചെന്ന് ചോദിക്കും കോഴിക്കോട് അബ്ദുൽ ഖാദർ ആരാണെന്ന്. കോഴിക്കോട് അബ്ദുൽ ഖാദറിൻ്റെ ഈ പാട്ട് അവരെ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചോദിക്കും. അപ്പോൾ അവരെന്താണ് പറയുന്നത്, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പാടുന്നത് തെറ്റാണോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ എങ്ങനെ പാടും, പാടിയതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ പാട്ട് പാടി. കാരണം അതൊരു വേദനയാണ്, ഒരു കലാകാരൻ്റെ ഒരു വല്ലാത്ത അവസ്ഥയെ. ഞാൻ കോഴിക്കോട് അബ്ദുൽ ഖാദറിനെ കണ്ടിട്ടില്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടിട്ടുള്ളൂ. കോഴിക്കോട് അബ്ദുൽ ഖാദറിൻ്റെ മകൻ ഈ നജ്മൽ ബാബു ഈ സംഭവം പറയുമ്പോൾ ശരിക്കും പറഞ്ഞെങ്കിൽ എൻ്റെ കണ്ണു നിറഞ്ഞു ഭയങ്കരമായിട്ട്. എനിക്ക് ഞാൻ ഈ പാട്ടും അധികം ശ്രദ്ധിക്കാതെ പോയൊരു പാട്ടാണ്. ഇപ്പോഴും എനിക്കറിയില്ല നിങ്ങളുടെ ചാനലിൽ ഇപ്പോൾ ഈ പാട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റുമെന്നറിയില്ല. പക്ഷേ ചില ഗാനങ്ങൾ അങ്ങനെയാണ് നമ്മളെ പിന്നീട് ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത്, നമ്മളെ വേദനിപ്പിക്കുന്നതും നമ്മളെ വീണ്ടും വീണ്ടും ഓർക്കാൻ പ്രേരിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള ചില അനുഭവങ്ങളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഈ പാട്ടാണ് എനിക്ക് ഓർക്കാൻ പറ്റുന്നത്. ഞാൻ സിനിമ എന്നൊരു ഈ മാധ്യമത്തോട് എനിക്ക് ഇഷ്ടം തോന്നാൻ തുടങ്ങിയ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സിനിമ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഓർക്കുന്നത് ഓളവും തീരവും എന്ന് പറഞ്ഞ സിനിമയാണ്. അതിന് കാരണമുണ്ട്. കാരണം ചെറുപ്പകാലം മുതൽ നമ്മൾ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ തിയേറ്ററുകളിൽ പോയി സിനിമ കണ്ടിട്ട് സിനിമ എനിക്ക് ഹരമായിരുന്നു. പക്ഷേ അതൊക്കെ സാധാരണ സിനിമ കണ്ടൊരു ഓർമ്മ എനിക്കുള്ളൂ. എൻ്റെ സ്കൂളിൽ 16mm പ്രൊജക്ടർ കൊണ്ടുവന്നിട്ട് സ്ക്രീൻ കെട്ടിയിട്ട് എന്തോ ഒരു ഇതിന് എനിക്കിപ്പോൾ ഓർക്കാൻ കഴിയുന്നില്ല, എന്തോ ഒരു ധനശേഖരണാർത്ഥം കാണിച്ച സിനിമയാണ് ഈ ഓളവും തീരവും എന്ന് പറയുന്നത്. ഈ ഓളവും തീരവും എന്ന് പറയുന്ന ഒരു സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഹോണ്ട് ചെയ്തു. അന്ന് എന്താണ് കാരണം എന്ന് എനിക്കറിയില്ല, എനിക്കിപ്പോൾ അതൊന്നും ഓർക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആ ഒരു സ്ക്രീനിൽ അന്ന് എന്താ പറയുക 16mm പ്രൊജക്ടറിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സിനിമയുടെ ഓർമ്മ കുറേ കാലം ഞാനത് PN മേനോൻ സാറിൻ്റെ അടുത്ത് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നീട് മേനോൻ സാറിൻ്റെ ശിഷ്യനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ള ആ രീതിയിൽ പറയുകയാണെങ്കിൽ സിനിമ ഓളവും തീരവുമാണ്. പിന്നെ സിനിമയോടൊരു ഇഷ്ടം തോന്നി തുടങ്ങി. സിനിമ എന്താ പറയുക നമ്മുടെ ഒരു ഉപജീവന മാർഗ്ഗമാക്കണം, അല്ലെങ്കിൽ സിനിമയിലാണ് ഞാൻ പ്രവർത്തിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരതേട്ടൻ്റെയും പത്മരാജൻ്റെ സിനിമകൾ തന്നെയാണ്, തീർച്ചയായിട്ടും ജോർജ് സാറിൻ്റെ സിനിമ. ആ ഗണത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടെന്ന് പറയാനുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ KG ജോർജിൻ്റെ സിനിമകളാണ്. ജോർജ് സാർ വളരെ ശക്തമായിട്ട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ആളാണ്. പ്രത്യേകിച്ച് യവനിക പോലുള്ള സിനിമകൾ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. സിനിമയോട് നമുക്കൊരു മോഹം തോന്നിയതും ഞാൻ സിനിമയിൽ എത്തിപ്പെട്ടാൽ സംവിധായകനായി കഴിഞ്ഞാൽ ചെയ്യണം എന്ന് ആഗ്രഹിച്ച സിനിമകളാണ് ഈ പറഞ്ഞ ഭരതേട്ടൻ്റെയും പത്മരാജൻ്റെയും ജോർജ് സാറിൻ്റെയൊക്കെ സിനിമകൾ. എന്നെ സ്വാധീനിച്ചു എന്ന് പറയാനായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി ജോൺ പോളാണ്.
ഞാൻ സിനിമയിലേക്ക് കടന്നു വന്നിട്ടുള്ള കാലം മുതൽ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ എന്താ പറയുക കൂടെ നിൽക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാനൊക്കെ അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹമാണ് പക്ഷേ എനിക്ക് ഒരു കറക്റ്റായിട്ടൊരു സിനിമ ഗൈഡ് ലൈൻ തന്നിട്ടുള്ളത് അദ്ദേഹം തന്നെയാണ്. ഇപ്പം അദ്ദേഹം എഴുതിയ ഒരുപാട് തിരക്കഥകളുടെയൊക്കെ ചർച്ചയിലും തിരക്കഥാ രചന വേളയിലൊക്കെ ഞാൻ കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പല സംവിധായകരും ആയിട്ടും ഇടപഴകാനും പല ചലച്ചിത്ര എന്താ പറയുക ചിത്രീകരണ വേളയിലൊക്കെ കൂടെ സഹകരിക്കാനും ഞാൻ വർക്ക് ചെയ്യാത്ത പടങ്ങളിൽ പോലും സഹകരിക്കാൻ എനിക്ക് പറ്റിയിട്ടുള്ളതുകൊണ്ട് എന്നെ രൂപപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളൊരു വ്യക്തി ജോൺ പോളാണ്. മേഘമൽഹാറല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാക്കോത്തിക്കാവിലെ അപ്പുമത്താടികളാണ്. കാരണം എനിക്ക് എൻ്റെ വഴി ഇതാണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു സിനിമയായിരുന്നു കാക്കോത്തിക്കാവിലെ അപ്പുമത്താടികൾ. എനിക്ക് എൻ്റേതായ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കിയ സിനിമ. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട സിനിമ കാക്കോത്തിക്കാവിലെ അപ്പുമത്താടി. പക്ഷേ പിന്നീട് ഞാൻ വഴിമാറി നടന്നപ്പോഴും കാക്കോത്തിക്കാവ് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് എന്നും പ്രിയപ്പെട്ട സിനിമയായിരുന്നു. പിന്നെ മേഘമൽഹാറോ അല്ലെങ്കിൽ പെരുമഴക്കാലോ ഇപ്പോൾ കറുത്ത പക്ഷികളോ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളുടെ കൂട്ടത്തിൽ പെടും. ഗസൽ അങ്ങനെയുള്ള സിനിമകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അല്ല, ഞാൻ മാറുന്നുണ്ട്, എൻ്റെ മുടി നരച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കും എൻ്റേതായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, പ്രായമൊക്കെ ഉണ്ട്. പക്ഷേ ചിലപ്പോൾ രൂപത്തിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം. കാരണം ചെറിയൊരു ശരീരമായതുകൊണ്ട് ചെറിയ രൂപമായതുകൊണ്ട് എന്നെ ചെറുപ്പക്കാരനായിട്ട് തെറ്റിദ്ധരിക്കുന്നതായിരിക്കാം. പിന്നെ എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ചെറുപ്പം എന്ന് പറയുന്നത് മനസ്സിലാണ്. നമ്മൾ മനസ്സിൽ ചെറുപ്പം സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ ശരീരം എങ്ങനെയായാലും മനസ്സ് ഉണ്ടെങ്കിൽ മനസ്സെത്തുന്നിടത്ത് നമ്മുടെ ശരീരം എത്താൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചിലപ്പോൾ നമ്മൾ മനസ്സെത്തിയാലും ശരീരം എത്തില്ല എന്ന് വരും, ശരീരം എത്തുന്നിടത്ത് മനസ്സെത്തില്ല എന്ന് വരും. അപ്പോൾ അതിനെ എന്താ പറയുക, നമ്മുടെ ഞാൻ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൗന്ദര്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാറില്ല. പക്ഷേ മനസ്സിനെന്നും സജീവമായിട്ട് നിർത്താറുണ്ട്. സമകാലീന കാര്യങ്ങളോട് വളരെ പെട്ടെന്ന് ഇടപഴകുകയും അതിനോട് പ്രതികരിക്കേണ്ട ഘട്ടങ്ങളിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ട് മനസ്സ് സജീവമായിട്ട് നിലനിർത്താൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതായിരിക്കും കാരണം തോന്നുന്നു.